പണിക്കറ അത് ഞാൻ കൊണ്ടെത്തിച്ചെന്നാ പോരെ.
ആവട്ടെ. അനേകം മൊഴികളെ കൊണ്ട് ഞാൻ സാന്ത്വനിപ്പിക്കുന്നില്ല, അനുഭവത്തിലാവട്ടെ കേട്ടോ. എന്നെ പ്രാർത്ഥിച്ച് കൈയെടുത്തു, എൻ്റെ അനുഭവം ഞാൻ തരാം. അവര് വന്നിട്ടുണ്ട് സംസാരിക്കാൻ പറ്റില്ല. ആവട്ടെ. എങ്കിലും വൈദ്യപരിശോധനകളെല്ലാം നിങ്ങൾ നടത്തിയില്ലേ? നടത്തി. കാര്യമില്ലെന്നാണ് പറഞ്ഞത്. നിലവിന് പ്രശ്നമാണ്. ആവട്ടെ. ആ പ്രകാരത്തിൽ ഭയപ്പാടുണ്ടാവും. എന്നിരുന്നാലും ആ ഭയത്തെ തട്ടി അകലെ നീക്കി ക്ഷേമത്തിൻ്റെതായിരിക്കുന്ന അനുഭവത്തെ ഉണ്ടാക്കി തരണം. എൻ്റെ മഹാദേവനിരിക്കുന്ന പ്രാർത്ഥനയായിരിക്കട്ടെ. അനേകം കഞ്ഞിയും കുഞ്ഞിയും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ക്ഷേമത്തെയും ഐശ്വര്യത്തെയും കൊടുത്ത് തലപ്പൂർ തന്നെ ആവട്ടെ. കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും ഞാൻ വന്നിരിക്കുന്ന ശക്തിയിലേക്കാണ് ലയിച്ചിരിക്കുന്നത്. മാടായി നഗരം എന്നിരിക്കുന്ന നാമധേയത്തെങ്കിൽ നിങ്ങളെ ചൊല്ലി വിളിക്കുന്നതായിരിക്കുന്ന അനുഭവത്തിനകത്ത് എൻ്റെ മുന്നിൽ വന്ന് എൻ്റെ ഭക്തന്മാർ സമക്ഷം എൻ്റെ സാന്നിധ്യം ആധാരമായിട്ട് ഇങ്ങനെ ഒരു സങ്കടം ഉണർത്തിക്കുമ്പോൾ അതിനൊരു അറുതി വരുത്തുന്നുള്ളതാണ്. വരുംകാലം ആധാരമായിട്ട് ഇവിടെ കൈയെടുക്കുമ്പോൾ നിങ്ങൾ ഏത് പ്രകാരമാണോ ആഗ്രഹിച്ചത് അത് പ്രകാരം നിങ്ങളുടെ കണ്ണ് കലങ്ങാൻ ഇടപെടാനൊക്കെ വേണം. എൻ്റെ പൈതലിനി ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വഴി ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ പോലെ ഭയപ്പാട് വേണ്ട. ഒരു കൈക്കെടുത്ത് കൈക്കൂട്ടി എന്റെ മാടായി നഗരം വന്നിരിക്കുന്ന അഭിമാനം അവിടെ ഒരു 3 കൈക്കെടുക്കും, ഒന്ന് കൊച്ചിയിലെടുക്കും. അതിലല്പം പൊടി അവിടുത്തെ കർമ്മിയിൽ ഇവിടുത്തെ പ്രവൃത്തിക്കാരൻ ഇവിടുത്തെ ചോറ് അകം തണ്ടേമാരെ തണ്ടേ ഇല്ലേ? അല്പം മതി, അല്പം മതി കേട്ടോ. ആയിരം അതെല്ലാവരും പൊരുത്തി കൊട്ടോ. അതിൻ്റെതായിരിക്കുന്ന അനുഭവം പിടിച്ചോ. എന്റെ തായി അപ്രകാരത്തിൽ എന്റെ മാടായി നഗരം വന്നിരിക്കുന്ന പൈതങ്ങളും സന്താനത്തിന് വന്ന് വധിച്ചിരിക്കുന്ന അല്പമായിരിക്കുന്ന ആ ഒരു വേദന, അതിൻ്റെതായിരിക്കുന്ന വേറെ അറുത്ത് ശ്രവണ ശക്തിയും ഉച്ചാരണ ശക്തിയും കഴിഞ്ഞ കാലം ആധാരമായി ദേവനോട് ചൊല്ലിക്കേൽപ്പിച്ചിരിക്കുന്ന അനുഭവം തന്നെയെന്ന് വരികിലും വൈദ്യപരിശോധനകൾ നടത്തിയിട്ടുണ്ട് ഉള്ളതായി. ഇനി ദൈവഹിതമായിട്ട് അതിന്റെ കുറ കഴിച്ചു കൊടുക്കണം നമ്മൾ അല്ലേ? വരും കാലം ആധാരമായിട്ട് ആ പൈതൽ ഇവിടെ കൈയെടുക്കുന്നതായിരിക്കുന്ന അനുഭവത്തിനകത്ത് ശ്രേഷ്ഠമായിരിക്കുന്ന സന്തോഷകരമായിരിക്കുന്ന ഒരു അനുഭൂതി ഉണ്ടാക്കി കൊടുക്കാറായിരിക്കട്ടെ. എൻ്റെ ഗുരുവും അതിന് വിശേഷിച്ച് എൻ്റെ കക്കാട്ടപ്പനും പൂങ്കാറപ്പനും കൽപ്പകൃഷ്ണനും ആത്മാവോടാത്മാവും സാക്ഷി എന്ന പ്രകാരത്തിൽ എൻ്റെ കുളികരാജാവും എൻ്റെ മലവാഴുന്ന അവസരവും എൻ്റെ തീർമാനാൾവരും ആത്മ കൊടുത്തോളെ മന്ത്രം വെച്ചല്ലേ സന്തോഷമായി. ഗുണം വരണം, ഗുണം വരണം, ഗുണം വരണം, ഗുണം വരണം. അതെ, സന്തോഷം തന്നെ അല്ലേ? ഭയപ്പാടെല്ലാം മാറിയിട്ടോ. നേരത്തെ വരുമ്പോഴുള്ളതായിരിക്കുന്ന അവസ്ഥയൊന്നുമില്ലല്ലോ ഇപ്പോൾ. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ ഇനി വരും കാലം ആധാരമായിട്ട് ഇവിടെ കാണുന്നതായിരിക്കുന്ന അനുഭവത്തിനകത്ത് നിങ്ങളതായിരിക്കുന്ന എൻ്റെ മാടായി നഗരം വന്നിരിക്കുന്ന ഈ സന്താനം നിങ്ങൾ ഏത് പ്രകാരമാണോ ഭാവിച്ചത് അത് പ്രകാരം സാക്ഷാത്കരിച്ച് തന്നാൽ പോലെ. വൈദ്യപരിശോധനകൾ അനേകം കഴിഞ്ഞു അല്ലേ മാടായി നഗരം, അല്ലേ? മാടായി നഗരം ഇത് ദൈവമായിട്ടുള്ള ഒരു പരീക്ഷണം തന്നെയാണല്ലോ ഇത് അല്ലേ? എൻ്റെ പൊട്ടൻ ദൈവേ എന്ന് ജിഹ്വ കൊണ്ട് വിളിക്കേണ്ടതായിരിക്കുന്ന ഒരു ഭാഗ്യം ഞാൻ ഉണ്ടാക്കി കൊടുക്കും. പോരെ അനുഭവിച്ചു. ഒച്ചപ്പാടാക്കും കേട്ടോ. നല്ല സാധാരണ കഴിച്ചാൽ അല്പം കഴിച്ചാൽ മതി.
അല്പം അങ്ങോട്ട് മാറി ഇന്ന് കഴിച്ചു. മാടായി നഗരം അപ്രകാരത്തിൽ സങ്കടമൊന്നും വേണ്ട കേട്ടോ. അത് ശുദ്ധമായിരിക്കുന്ന ഒരു അനുഭവത്തെങ്കിൽ മഹാദേവൻ നിങ്ങൾ കൊണ്ടെത്തിച്ചു തന്നാൽ പോരെ. ആവട്ടെ, കൈയ്യൊട്ടും അനുഭവത്തിനകത്ത് കരഞ്ഞ് കരഞ്ഞ് നിന്റെ കണ്ണുനീര് എന്റെ പാതാര വിധത്തിൽ പൊതിഞ്ഞിട്ടുണ്ട്. അന്ന് മാറത്തടിച്ച് വിളിച്ചിരിക്കുന്ന ആ വിളി തന്നെയല്ലേ പൈതങ്ങളെ, എന്റെ പൊട്ടന്റെ ഒന്ന് വിളിക്കുന്നതായിരിക്കുന്ന അതിക്കിനകത്ത് 9 ശ്രമിച്ചിരിക്കുന്ന അനുഭവത്തിൽ ഇന്ന് ഞാൻ ലക്ഷ്യപ്രാപ്തിയെ സാധൂകരിച്ചു തന്നില്ലേ അല്ലേ? ഇനിയും ഈ സാന്നിധ്യം മറവിണ്ണാതെ കവണ്ണം എന്ന് നിലനിൽക്കാതായിരിക്കട്ടെ കേട്ടോ. മഹാദേവനുണ്ടാവും, കുടത്തണലും കൊണ്ട് അരി ഉണ്ടാവും. മന്ത്രവൃത്തലേ എൻ്റെ കക്കാട്ടപ്പനും ആത്മ കൊടുത്തോളേ ആവട്ടെ. ഏകവർത്തിസ്തു മഹാവ്യാധി ഇരുവർത്തിസ്തു മഹദ്ധനം. അതാണ്ട് ഇതവിടെ പടിയിൽ വെച്ച് കേട്ടോ. അപ്രകാരത്തിൽ ഇത് ഏത് പ്രകാരമാണോ പ്രകാശമാനമായി തെളിഞ്ഞ പ്രകാരം എൻ്റെ വൈദ്യങ്ങൾക്ക് അതിൻ്റെ അനുഭവം ഞാൻ ഇനിയും വീണ്ടും ഉണ്ടാക്കി കേട്ടോ.